നല്ല കഥ. ദാസൻ ഇവിടെ കിടന്നോട്ടെ, അനിയനും നീയും താഴത്തെ മുറിയിൽ കിടന്നോ. ധൃതി പിടിക്കണ്ട, കിടക്കാറാവുമ്പോ കിടന്നാ മതി. നിന്റെ അമ്മാമ്മയ്ക്ക് 10 അടിച്ചാൽ കിടക്കണം. ഞങ്ങളൊക്കെ കുറെ വൈകും. ഉണ്ട്, നേരത്തെ ഉണരൂ. വേണമെങ്കിൽ ഞാൻ 5-നോ 5:30-ക്കോ രാവിലെ വിളിക്കാം. വിളിക്കേണ്ടി വരില്ല, ചിലപ്പോൾ ഞാൻ ഉറങ്ങില്ല. അത് ശരിയായ പ്രണയരോഗികൾക്കല്ലേ, നമുക്കെന്നല്ലോ. ഗുഡ് നൈറ്റ്. ആരാ? ഓ, ദാസേട്ടനോ? ദാസേട്ടന്റെ പഴയ സൂക്കേട് മാറിയിട്ടില്ലേ? കുട്ടിക്കാലത്തെ സ്വപ്നാടനം. വാ, നമുക്ക് ആ റൂമിലേക്ക് പോകാം. അനിയനുള്ളത് വേണ്ട ദാസേട്ടാ, പോയി കിടന്നോളൂ. അതിനൊക്കെ സമയമാവട്ടെ. സദ്യ കിലമുറിക്കുമ്പോ അടുക്കള കയറി കട്ട് തിന്നണോ? പടപ്പെടുന്നല്ലേ, ഞാൻ പോവാണ്. നമുക്കിനി ഒന്നും നിശ്ചയിക്കേണ്ട കാര്യമില്ല. പഴയ കാലത്താണെങ്കിൽ ഹരിദാസൻ 2 മുണ്ട് കൊടുത്ത് അങ്ങോട്ട് അയക്കുക വേണ്ടത്. അത് ശരിയാണ്. രാവിലത്തെ ചായയുടെ വട്ടം കഴിഞ്ഞ് വാനിലും കാറിലായിട്ട് അങ്ങോട്ട് പുറപ്പെടാം. ഇവിടെ സദ്യ ഒന്നും വേണ്ട, എല്ലാം ദുഷ്ചലവാ. അത് ശരിയാണ്. ഞാൻ പോവാണ്. ബസ് സ്റ്റാൻഡ് വരെ ഞാനും വരാം. ഏതായാലും മോശമായി. ഏത് സദ്യ വേണ്ടെന്ന് വെച്ചത്? തുക്കിടി ആയതാണ് മോനല്ലേ ഹരിദാസൻ. ഹരിദാസന്റെ കൂടെ പോയിക്കോളൂ, അവിടെ കേമായ സദ്യ ഉണ്ടല്ലോ. അവിടെ സദ്യ ഉണ്ടെന്ന് വെച്ചാൽ എനിക്കിവിടെ എന്താ? പിന്നെ കാർന്നരോട് സ്ഥാനം ഉണ്ടല്ലോ, അപ്പൊ പോണോ? അതിന് പുറത്തേക്ക് പറയാൻ സമ്മതിക്കോ ആ മൂത്രേവി? അത്താഴത്തിന് അരി ഇട്ടില്ലേ കുഞ്ഞുമാളു? പശുക്കൂട്ടി ഇപ്പോഴും പുല്ല് വൈക്കോലും തിന്നാതെ നിൽക്കുക. എന്താ അതിന് പറ്റിയതാവോ? ഇത്തിരി കഞ്ഞിയുടെ വെള്ളം കുടിച്ചു. എന്താ നിന്റെ കണ്ണില്? തീ ഊതിയപ്പോ പെണ്ണീര്. അത് അടുക്കള കൊണ്ടുവച്ചോളൂ. ഞാൻ ഈ ചെറുക്കിന് മോളിലത്തെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. നടക്ക, നീ മുമ്പേ പോ. എല്ലി കിടക്ക. കുഞ്ഞുമാളോ, പതുക്കെ. ദാസന്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ചായയുടെ പണിയുടെ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊള്ളു. സാധനങ്ങളൊക്കെ ചേറി വെക്കണം. ചെറുമേള 2 ആളെയും കൂടി വിളിച്ചോളൂ. കാളിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ല, ഇതൊക്കെ പെട്ടെന്നാണ് ഉണ്ടായത്. സമയമുണ്ട്, കിടക്കൂ. അരുത്. വാന്ന്. ഇനി എപ്പോഴാ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. കാണണ്ട. ചെയ്ത തെറ്റിനൊക്കെ എന്റെ ദേവരെ മാപ്പ്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. വാ. അരുത്, ഇനി വേണ്ട. ആ എഴുത്തിയമ്മ ഇപ്പോ ദാസേട്ടനെ വിചാരിച്ച് കിടക്കാവില്ലേ?
ദാസേട്ടനും ഏടത്തിയമ്മയ്ക്കും നല്ലത് വരട്ടെ. ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. എന്താ സുഖല്ലേ? അറിഞ്ഞില്ലേ, ഭാഗവതർക്ക് ഇന്നലെ മോഹാലസ്യം വന്നു. വെള്ളം കൊടുത്ത് എണീപ്പിച്ചിരുത്തിയപ്പോ പിന്നെ ശബ്ദമില്ല. ഇനി ഞാനാ ബാക്കി. ശബ്ദം ഇല്ലാണ്ട് അയച്ചാൽ ഭാഗവതർ മരിച്ചു എന്ന് തന്നെ കരുതാം. എനിക്ക് ഭ്രാന്താ വരാ, നട്ടഭ്രാന്ത്. അതിനു മുമ്പ് എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, എന്നെ അങ്ങോട്ട് വിളിക്കണേ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇതാണ് കിഴക്ക്. പുതിയ കട്ടിലും കിടക്കയും ഒക്കെ വേണമെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. അവരിവിടെ നിൽക്കാനൊന്നും പോണില്ല. എങ്കിൽ അവർക്ക് ഇവിടെ ഒരു അറ വേണല്ലോ. ആ ചെറിയ മേശപ്പുറത്ത് ചന്ദനത്തിരിയും കളവും പഴവും ഒക്കെ സന്ധ്യയ്ക്ക് മുമ്പ് കൊണ്ടുവയ്ക്കുക കേട്ടോ. അനിയത്തിമാരും പെൺമക്കളൊക്കെയാണ് ഇന്ന് ഇതിനൊക്കെ എന്നെ സഹായിക്കേണ്ടിയിരുന്നത്. നിനക്കാണ് ഇതിന് യോഗം. കല്യാണക്കാരല്ലേ മാൺകുട്ടിയോടുമാരി ഒന്നും കാണായിരുന്നു. മോന്റെ മുഖം കണ്ടില്ലേ, വാടി. അവന് വിശക്കുണ്ടാവും. വിശക്കാതെ ഇരിക്കോ? പിന്നെ അവന്റെ കാര്യം ഒന്നും പറയാ. ഇവിടെ ഒരു പ്രത്യേക പൂവിരിയും. പണം വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര. നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടത്തെ വലിയ വിശ്വാസ. ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ? ഭ്രാന്ത്. എന്റെ ഭഗവാനെ, സമയായി. മോനെ അഞ്ചാ വ്യസനം തുടങ്ങി. അവന്റെ മോൻ നേരെ എത്ര രാഹുകാലം കഴിഞ്ഞു. അതാ കുട്ടികൾ തൊഴുത് മടങ്ങി. നിങ്ങൾ കയറിക്കോളൂ. മോൻ രത്നത്തിന്റെ അടുത്ത് തന്നെ ഇരുന്നു. ആ മോന് രത്നത്തിന് ഇഷ്ടപ്പെട്ടത് അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ.